ഗൈസ് ഇന്ന് ഞാൻ വീണ്ടും വന്നു. ഞാൻ വന്നപ്പം ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹം ഇന്ന് കുറച്ച് വിറകെടുക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു തന്നെ പോവണ്ട, എന്നും തന്നെയല്ലേ പാവം പോകുന്നത്. എന്നാൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പോകാൻ കുഞ്ഞുമായിട്ട്, ഞാനും ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ കുഞ്ഞുമായിട്ട് ഒരുമിച്ച് പോയി ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് ഇത് രണ്ടുപേരും കൂടെ തലക്കെ പോകുന്നുണ്ട് കണ്ടോ. ഞാൻ എന്ന് വന്നാലും ചേച്ചിക്ക് കുറച്ച് വിറകെടുക്കണം. അപ്പോൾ എന്നും തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പോകും. അപ്പം ഞങ്ങൾ വിറകെടുക്കുന്ന തോട്ടവും ഭയങ്കര കാലുവേദനയാണ് ചേച്ചിക്ക്, ഭയങ്കര കാലുവേദന. ഇന്നലെ കാലിൻ്റെ മുട്ടൊക്കെ മടങ്ങിയിട്ട് നിവർക്കാനൊക്കെ മേലാഞ്ഞിട്ട് രാവിലെ വലിച്ച് നിവർത്തുന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതേ കണ്ട് ഞങ്ങൾ വിറകെടുക്കാൻ പോകുന്ന സ്ഥലമാണ് ഇവിടെ. ഇതാണ് ഞങ്ങളുടെ തോട്ടം. ഇതാ കേശു നോക്കി നിൽക്കുന്നുണ്ടോ. വീഡിയോ എടുക്കുമ്പോൾ കേശുവിന് ഭയങ്കര ഇതാണ്. കേശു വെയിൽ ഇത് ഞങ്ങളുടെ തോട്ടമാണ്. ഞങ്ങൾ അങ്ങോട്ട് ആണ്ട കിടക്കുന്നു. കേശു ഇതെല്ലാം വലിച്ച് താഴെ ഇട്ടു. കേശുവിൻ്റെ കാര്യമൊന്നും പറയണ്ട. കേശുക്കുട്ടൻ ഇതേണ്ട. ഇതിവിടെയാണ് ഞങ്ങളുടെ വാഴത്തോട്ടം. കൊല കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയില്ലേ, ഏത്തയ്ക്കൊക്കെ കിട്ടിയില്ലേ, അതിവിടെയാണ്. ഈ തോട്ടമാണ് കണ്ടോ. ഇഷ്ടം പോലെ കൊലയുണ്ട്, ഇഷ്ടം പോലെ. ഇതേ വിറകൊക്കെ കണ്ടോ, ഇഷ്ടം പോലെ വിറക് ഇവിടെ എല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട്. വിറക് ഇത് മൊത്തം കൂട്ടിയിട്ടേക്കുന്ന മൊത്തം ചേച്ചി കൂട്ടിയിട്ടേക്കുന്നതല്ല. അല്ല കേട്ടോ, ഇത് 3 അമ്മായിമാരാ അവർ വിട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇട്ടത്തേനൊക്കെ കുറഞ്ഞൊരു സംശയം. ഇവിടെ കേശുവിന്റെ ചിരി കണ്ടോ. കേശുക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ യാത്ര പോകുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ കേശുവിന് ഇങ്ങനെ യാത്ര. വിറകെല്ലാം കുറഞ്ഞെന്നാ ചേച്ചി പറയുന്നത്. എടുത്തിട്ട വിറകുകളെല്ലാം കുറഞ്ഞു പോയി എന്ന് പറയുന്നു. ആയിരിക്കും. പുല്ലെല്ലാം വന്ന് കയറി കിടപ്പുണ്ട് വിറകിലെല്ലാം. ഇത് അമ്മായിമാർ ചേച്ചിയും എല്ലാവരും കൂടെ വലിച്ചിട്ടേക്കലാണ്. കൊലകളെല്ലാം നല്ല വിളഞ്ഞ് നല്ല പരുവായി നിൽക്കുവാണ്. കേശു നോക്കുന്നുണ്ട്. അവിടെ താഴെ എന്തോ വിറക്, അത് എന്തോ മുറിക്കുന്നുണ്ട് താഴെ. എന്തോ ഉണ്ട്, അതിൻ്റെ ഒച്ചയാണ് കേശു ഇങ്ങനെ നോക്കുന്നത്. ഇത് അങ്ങോട്ടെല്ലാം ഉണ്ട്. അവിടെ എല്ലാം തോട്ടം വെട്ടിയതാണ്. ഇത് ഫുള്ള് തോട്ടമായിരുന്നു. വെട്ടിയെല്ലാം ഞങ്ങൾ ഉണങ്ങി കിടക്കുന്ന വിറകെല്ലാം ഇന്ന് കുറച്ച് അടിച്ച് കുറച്ച് ഒരു കെട്ട് ഇത്രയും വീതം കൊണ്ടുപോകാൻ പറ്റത്തില്ല. കുറേശ്ശെ കൊണ്ടുപോകണം. എന്താണേലും കുറച്ച് എടുത്തുകൊണ്ട് പോകണം. അപ്പം ഇന്ന് എന്തായാലും ഞങ്ങൾ കുറച്ച് വിറകൊക്കെ കണ്ടവും പ്രദേശമൊക്കെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ കണ്ട സ്ഥലം ഇവിടെ ഇവിടെ ഫുള്ള് കണ്ടമാണേ. അവിടെ എല്ലാം കണ്ടമാണ് ഫുള്ള്. കണ്ടോ ഞങ്ങളുടെ കേശുക്കുഞ്ഞിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കേശുവിന് ഭയങ്കര ഇഷ്ടമാണ്. കേശുവിന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന വലിയ ഇഷ്ടമാണ് കേശുവിന്. യാത്ര അതെ. കേട്ടോ, തള്ളുവാ കേശു. ചുണ്ടുണ്ട്, ചുണ്ടൊടിക്കണം. ഒന്നും പറയത്തില്ല കേട്ടോ. ചുണ്ടൊന്നും ഓടിച്ചാലൊന്നും ഒന്നും പറയത്തില്ല. നിങ്ങളുടെ അവിടെ എല്ലാം കണ്ടോ, ഫുള്ള് കണ്ടോ മൊത്തം കണ്ടമാണ്. താഴോട്ട് അങ്ങ് താഴെ വരെ കണ്ടോ. പണ്ട് ഇവിടെയൊക്കെ കൊയ്യാനും മെതിക്കാനും എല്ലാം എൻ്റെ അമ്മയും എല്ലാം ഞാൻ കൂടെ വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ അനിയത്തി ചേച്ചി എല്ലാവരും വരും. ചേച്ചിയും കൊയ്യാൻ വരുമായിരുന്നു. ഇവിടെ എല്ലാം ഞങ്ങൾ കൊയ്യുവും. പണ്ടൊക്കെ ഇവിടെയൊക്കെ ഞങ്ങൾ വിറ പെറുക്കിക്കൊണ്ട് നടന്ന സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം. ഇപ്പോഴും ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്ക് പെറുക്കാം ഇവിടെ വന്നാൽ. ഞങ്ങളൊന്നും പറയത്തില്ല. ഞങ്ങൾ കുഞ്ഞുനാളിൽ തൊട്ട് ഇവിടെ ജനിച്ച് വളർന്നു, ഇവിടെ തന്നെ ആയിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കെട്ടിച്ച് വിട്ടിട്ടും വീണ്ടും ഞാൻ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെയുള്ള നല്ല ആൾക്കാരുമാണ്. നല്ല നമുക്ക് നമ്മുടെ ആവശ്യം ഇവിടെ കയറി എടുക്കുന്ന അവരൊന്നും മനസ്സിലാവും. നമ്മൾ ആവശ്യമില്ലാതെ ഒന്നും അവരുടെ പറമ്പിൽ കയറി നമ്മൾ കളയത്തില്ല, ഒന്നും നമ്മൾ എടുത്തുകൊണ്ട് പോകത്തില്ലെന്ന് അവർക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മളോട് ആവശ്യം ഇഷ്ടംപോലെ പെറുകിക്കോളം പറഞ്ഞു. ഈ വിറക് മുഴുവൻ റബ്ബർ വെട്ടിയപ്പം ഒടിച്ചിട്ട വിറകാണ്. ഞങ്ങൾക്കിത് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ട്. ഇനിയും പയ്യെ ഓരോ കുറേശ്ശെ കൊണ്ടുപോകണം. അല്ല ഇനി മഴയ്ക്ക് മുന്നേ എത്തിക്കണം. അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോകാമെന്നാണ് പറയുന്നത്. അങ്ങോട്ട് പോകാമെന്നാണ് പറയുന്നത്. എന്നാലും നോക്കട്ടെ. ഇപ്പം കൊച്ചു വരുമ്പോൾ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇച്ചിരി വിറകെ. അവൾ മോനെ പിടിച്ചോളുമല്ലോ. ശരി. ഇന്നലെ എനിക്ക് രാവിലെ തീരെ വയ്യായിരുന്നു. ഇന്നലെ കാലെല്ലാം ഭയങ്കര വേദനയായിരുന്നു. കേശുവിന് ശരിയുണ്ടോ? കേശുവിന് ഭയങ്കര നാണമാണ്. എടുത്താൽ മോനെ ആദ്യം തന്നെ എടുക്കാം. നമുക്ക് നമ്മുടെ ഒരു ഇത് വെച്ച് നോക്കണം. നമുക്ക് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കാൻ നമ്മളെ കൊണ്ട് ഇപ്പോൾ അതിനുള്ള ആസ്തിയില്ല. ഇവിടെ നമുക്ക് കുറേ എടുത്തുകൊണ്ട് പോവുകയോ എടുത്തെടുക്കുകയോ ഒക്കെ ചെയ്യാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. കാലും കൈയും വേദനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കുമോ? അന്ന കാലത്ത് അങ്ങനെ നോക്കുന്ന അമ്മമാരുണ്ട്. പക്ഷേ എനിക്കത് പറ്റത്തില്ല. നിങ്ങളുടെ ദൈവം എപ്പോഴും പറയും, അമ്മ വയറേ വെച്ച് വിറകൊടിക്കുന്നത്, കാലേ വെച്ചാൽ വിറകൊടിക്കുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് വയ്യാതെ ഇതോടെ തൊട്ട് തന്നെ പിച്ചാത്തി എടുത്തുകൊണ്ട് വരാൻ പറ്റും, അരിവ് എടുത്തുകൊണ്ട് വരാൻ പറ്റും. അത് കാരണം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. ഞാനതൊന്നും എനിക്ക് മടിയൊന്നുമില്ല. ഉണങ്ങിയ വിറകൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇപ്പം ഭയങ്കര വെയിലല്ലേ, നമുക്ക് ഉണങ്ങിയതാണെങ്കിലും എടുത്തുകൊണ്ട് വന്ന് കത്തിക്കാം. എല്ലാം അങ്ങോട്ട് തള്ളി ഇട്ടേക്കും. അവിടെ നിന്നെല്ലാം വലിച്ചെടുക്കണം.
കുറേ വിറകുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയുണ്ട് അവിടെയൊക്കെ വിശേഷമൊക്കെ? ഞങ്ങളുടെ ചേച്ചിയുടെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ്. നേരത്തെ ഇപ്പോൾ കേശു ഉള്ളതും കൊണ്ടാണ് അവനെ നോക്കിയിരിക്കേണ്ടത്. അല്ലെങ്കിൽ രാവിലെ ഇങ്ങനെ തൊഴിലുറപ്പില്ലാത്ത ദിവസം ഇങ്ങനെ, അതായത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക, വീട് പണി. പിന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ കൊടുക്കുന്ന BCBയുടെ സാധനം ഉണ്ടായിരുന്നു. അതെല്ലാം ചേച്ചി പോയി എടുത്തുകൊണ്ട് വന്ന് വേണ്ടവർക്കെല്ലാം, നമ്മുടെ വീട്ടിൽ ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റൊക്കെ ആയിരുന്നു. ഇപ്പം കുഞ്ഞായതും കൊണ്ടാണ് ഞങ്ങൾ അതെല്ലാം നിർത്തി വെച്ചേക്കുന്നത്. എന്നാലും ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ട്, പരിപാടിയുണ്ട്, നിർത്തിയിട്ടില്ല. ഒറ്റയടിക്ക് നിർത്തില്ല. പിന്നെ ഓണച്ചിട്ടിയുടെ കാര്യത്തിന് വേണ്ടി പോകും, അതിൻ്റെ പൈസ പിരിക്കാൻ പോകണം, അങ്ങനെയൊക്കെ എല്ലാം നമ്മളെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകും. ഇപ്പം കുഞ്ഞുള്ളതുകൊണ്ട് ഇതിനാൽ ഒന്നും എനിക്ക് നടക്കുന്നില്ല, ഒരു പണി നടക്കത്തില്ല കുഞ്ഞുള്ളതുകൊണ്ട്. അവനെ സംബന്ധിച്ച് അവനും ഇപ്പൊ ഒട്ടും നടക്കത്തില്ല. ഇപ്പൊ അവൻ ഇരിക്കുന്നിടത്ത് കണ്ടോ, അയ്യോ അത് പറഞ്ഞേനാ, ഭയങ്കര കാർച്ച അവന്. അതൊക്കെ നമ്മുടെ അതെ. എല്ലാവരും ഇന്നാൾ ചോദിച്ചാൽ അച്ഛനെ കൊണ്ട് വിറകെടുപ്പിക്കല്ലോ, അച്ഛൻ എടുക്കത്തില്ലേന്ന് ചോദിച്ചാൽ അച്ഛന് കൈ വയ്യ, അതുകൊണ്ട് അച്ഛൻ വിറകെടുക്കത്തില്ല. പിന്നെന്ന് പറഞ്ഞാൽ മോനെ സംബന്ധിച്ച് ഞായറാഴ്ച മാത്രമേ അവനുള്ളൂ, അവനെടുക്കത്തില്ല. പിന്നെ കേശു കുഞ്ഞിനെ എടുപ്പിക്കാൻ പറ്റുമോ നമുക്ക് വിറകെ? പിന്നെ ഇപ്പം ദേവുവിന് ഒട്ടും പറ്റത്തില്ല. ഇനിയിപ്പോൾ ഒട്ടും പറ്റത്തില്ല. അമ്മയ്ക്ക് വീണ്ടും വയ്യ, ആശുപത്രി കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു കേട്ടു. കാരണം അവളെ കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. പിന്നെ അനിയത്തി വന്നാൽ അവളെ കൊണ്ട് വിറകെടുപ്പിക്കാൻ പോകുന്നു, കൊച്ചിനെ നോക്കിക്കാൻ പോകുന്നു. അത് കാരണം അതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കുറച്ചു നേരം തോട്ടത്തിനകത്ത് കയറി ഞങ്ങളിപ്പോൾ കൊലയൊക്കെ വെട്ടും. ചിറ്റയ്ക്കും മോനും കൂടെ ഉള്ള ഇതാണ് കാര്യം. എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചു വരുന്നുള്ളതുകൊണ്ട് എനിക്ക് എല്ലാം കൊണ്ട് ഒരുപാട് സഹായമുണ്ട്. അവൾ വന്നു കഴിയുമ്പോൾ എല്ലാം അവളാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്തു തരും. എനിക്കൊരു വയ്യാഴി വന്നാൽ ഓടി വരാനോ, അവൾക്കൊരു വയ്യാഴി വന്നാൽ ഞാനും ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ മക്കൾക്കും അത് കാരണം അവർക്കും അറിയാം. അമ്മ ചിറ്റയോടും എല്ലാം ചെയ്യുന്നതും എടുക്കുന്നതും ഒക്കെ അവർക്കും അറിയാം. രണ്ടുപേരും കൂടെ നിൽക്കുന്നതുണ്ടോ, ചിറ്റയും മോനും കൂടെ അവിടെ കാണുമല്ല സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം. കൊലയൊക്കെ നിൽക്കുന്ന കണ്ടോ, വാഴയും കൊലയൊക്കെ ഉണ്ട്. ഇതിങ്ങനെ കൃഷി അങ്ങോട്ടങ്ങ് കിടക്കുക, കണ്ടോ അങ്ങ് താഴോട്ട് കണ്ടു. അതിൻ്റെ അക്കരെ ഇടയ്ക്ക് കൊണ്ട് തോടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതിങ്ങനെ ഇവിടെ എല്ലാം വിറകെല്ലാം കിടക്കുന്ന ചിറ്റയും മോനും കൂടെ വെറുതെ നിന്ന് അവൻ ഇതൊക്കെ പിടിക്കണം. അതിനെ ഞാൻ പറഞ്ഞു കുറച്ച് നേരം അവരവിടെ നിൽക്കട്ടെ, ഞാൻ അല്ലെങ്കിൽ പിന്നെ അവന് വീഡിയോ എടുത്തില്ല, അവന് ദേഷ്യമാണ്. കേശു കുഞ്ഞ് കേശുവിനെ എവിടെ പോവാനായിട്ടോ കേശു പൊന്നിനെ അവിടെ പോവാനാ. കണ്ടോ ഇതാണ് ഞങ്ങളുടെ കേശുവിൻ്റെ കളി. ഇങ്ങനെ ഏതാ അതൊരു പനക്കമ്പാ. അയ്യോ ഇതാ ഉണ്ടോ? അതാണോ വേണ്ട പൊന്നിനെ? ചക്കരയ്ക്ക് അത് വേണോ? ഏതാ? അയ്യോ പോയി. കേശുവിന് എന്നാ വേണ്ടേ? കണ്ടോ അവനങ്ങനെ ആ പറമ്പിലൊക്കെ ഇറങ്ങി നടക്കാം. ഇപ്പം നടക്കാൻ പറ്റുമോ നമുക്ക്? അവൻ കുഞ്ഞല്ലേ. അതിനെ പിടിക്കാൻ പോകാനാ. കണ്ടോ അതിനെ പിടിക്കാൻ കിട്ടുമോ? വെറുതെ അവൻ ആഗ്രഹിക്കുകയല്ലേ. പിന്നെ അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങൾ. ഇതൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക് നിങ്ങളോടും പറയാൻ ഇതൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ പണിയാണ് കഴിയും. അതെ, വിറകും കൂടെ എല്ലാം ഓടിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് പിന്നെ ഇച്ചിരി നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറയും. അപ്പോൾ കേശു ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കേശു സമയം പോകുന്ന അറിയത്തേ ഇല്ല. കേശുക്കുട്ടൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്. അതെ, ഞാനിങ്ങോട്ട് വന്ന് കഴിഞ്ഞ 9:30-9:30 ഞാൻ വരും കുഞ്ഞിനെ വിട്ടിട്ട്, മോനെ കൊണ്ട് വിട്ടിട്ട്. ഇവിടെ 4 മണിയാകുമ്പോഴാണ് അവനെ പിന്നെ സ്കൂളിൽ നിന്ന് വിടുന്നത്. ഇവിടെ വന്നൊരു കുറച്ച് കഴിയുമ്പോൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ 4 മണിയായി കഴിഞ്ഞു. സത്യം കേശു ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സമയം പോകുന്നത് അറിയത്തില്ല. അല്ലേ കേശു പെണ്ണേ? അല്ലേ? കണ്ടോ കേശുവിന് ഇപ്പോൾ വിറ കുടിക്കാൻ വേണ്ടി കേശു എൻ്റെ കയ്യിലിരുന്ന് ഞൊളയ്ക്കുവാ. കേശുവിന് താഴോട്ട് ഇറങ്ങാൻ വിറക് കുടിക്കാൻ. അവനെ ഇറക്കി വിടാൻ പറ്റുമോ നമുക്ക്? അയ്യോ എന്താ കേശു കാര്യങ്ങളെ. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം ഇവിടെ തീരുന്നു. എല്ലാവർക്കും